ഹലോ, ഞങ്ങൾ കാനഡയിലെ ടൊറാൻഡോ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും ഒരു യാത്ര പോയതാട്ടോ. നയാഗ്ര വാട്ടർഫാൾസും നയാഗ്ര ടുലിപ്പ് ഫെസ്റ്റും കാണാനാണ് പോയത്. അവിടുന്ന് ഗോട്ട് ട്രെയിനിൽ കയറി. ഇങ്ങനെ ഗോട്ട് ട്രെയിനിലാണ് ആദ്യം പോയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എഗ്ലിറ്റൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇറങ്ങി. ഇത് എഗ്ലിറ്റൺ സബ് സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് അടുത്ത ബസ്സിൽ വേണം അടുത്തത് പോകാനായിട്ട്. ഇതാണ് സബ് സ്റ്റേഷൻ. സബ് സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ബസ് സർവീസും ഉള്ളത്. അപ്പോൾ അവിടെ ഇറങ്ങി ഞങ്ങൾ ബസ്സിൽ കയറി. ഇതിനും ഗോ സർവീസ് തന്നെയാണ് പറയുന്നത്, ഈ ബസ് സർവീസിനും. അപ്പം ഈ ഒരു ഗോ ബസ്സിൽ കയറിയിട്ട് നേരെ ഞങ്ങൾ നയാഗ്ര പോയി. നയാഗ്ര ഇവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഒരു ക്യാബ് എടുത്തിട്ടാണ് ടുലിപ്പ് ഫെസ്റ്റ് കാണാൻ പോയത്. അവിടെ ചെന്നപ്പോൾ നല്ലൊരു വാം പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. നമുക്ക് എൻട്രൻസിൽ തന്നെ ഇങ്ങനെ ഒരു പാഴ്സൽ എല്ലാവർക്കും തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിലെന്തൊക്കെയോ ഇങ്ങനെ കഴിക്കാനുണ്ട്. എല്ലാം ഒന്നും എന്താണെന്ന് മനസ്സിലായില്ല. ചിക്കൻ, ഫിഷിൻ്റെ സ്ലൈസസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അത്ര ടേസ്റ്റ് തോന്നിയില്ല. ചീസ് ഉണ്ടായിരുന്നു. പിന്നെ ചീസിനായാലും കുറച്ച് ഉപ്പ് പോലെയൊക്കെയാണ് തോന്നിയത്. പിന്നെ കുറച്ച് സോസേജസോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളായിരുന്നു. പിന്നെ നമ്മുടെ മാങ്ങയും നെല്ലിക്കയൊക്കെ നമ്മൾ ഉപ്പിലിട്ട് വയ്ക്കില്ലേ, അതുപോലൊരു ടേസ്റ്റായിരുന്നു ഇതിനൊക്കെ. അങ്ങനെയുള്ളൊരു ടേസ്റ്റുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്ലവർ ഷോ ഒക്കെ അടിപൊളിയായിട്ട് നടന്ന് കണ്ടു. നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു ആ സമയത്ത്. അതൊക്കെ കണ്ട് ഏകദേശം ഒരു 165 വെറൈറ്റിയോളം തുലിപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പം അതൊക്കെ നടന്ന് കണ്ടു, നല്ല ആസ്വദിച്ചു. ജാക്കറ്റൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്ത തരത്തിലുള്ള നല്ലൊരു പ്ലസൻറ്റ് ക്ലൈമറ്റ് ആയിരുന്നുകൊണ്ട് തന്നെ ഗാർഡൻ ഫുള്ള് നടന്ന് കണ്ട് ആസ്വദിച്ചു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു, ട്രൈപോഡ് വെച്ചും അല്ലാതെയൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് 1-2 ആൾക്കാരെ കൊണ്ട് ഫോട്ടോസ് എടുപ്പിച്ചു. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫ്ലവേഴ്സ് പിക്ക് ചെയ്യാനായിട്ട് അവർ ബാസ്ക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 10 ഫ്ലവർ വെച്ച് പിക്ക് ചെയ്യാമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 20 ഫ്ലവേഴ്സ് പിക്ക് ചെയ്യാൻ പറ്റി. പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് മാറി കേട്ടോ. നല്ല മഴ പെയ്തു. ഈ ചതുപ്പ് നിലം പോലുള്ള, നമ്മുടെ നാട്ടിലേക്ക് നിലം പോലുള്ള സ്ഥലത്താണ് ഇവർ ഈ തുലിപ്പ് ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല മഴയും ഇടിയും ഒക്കെ വന്നപ്പോഴത്തേക്കും അവിടെ ഫുള്ള് ചളിയായി.